നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ നേട്ടങ്ങളുടെ പട്ടിക ദിനം പ്രതി കുതിച്ചുയരുകയാണ്. ഇന്ത്യൻ പ്രതിരോധത്തിൽ തിലകക്കുറി അണിഞ്ഞ് സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് SFDR പ്രൊപ്പൽഷൻ മിസൈൽ സിസ്റ്റത്തിന്റെ വിജയകരമായ അന്തിമ പരീക്ഷണം വിജയകരമായി നടത്തിയിരിക്കുകയാണ്. ഇതുവഴി ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അതായത് DRDO ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. 2024 ഡിസംബർ 13 നടത്തിയ ഈ പരീക്ഷണം ഒരു മാസത്തിനുള്ളിൽ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരം മിസൈലുകൾ ഉൾപ്പെടുന്ന മൂന്നാമത്തെ വിജയകരമായ ദൗത്യമായി അടയാളപ്പെടുത്തുന്നു. ഒഡീഷ തീരത്തെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലെ ITRലെ ഒരു സ്റ്റാറ്റിക് ലോഞ്ചറിൽ നിന്നാണ് SFDR മിസൈൽ വിക്ഷേപിച്ചത്. നൂതന പ്രൊപ്പൽഷൻ സിസ്റ്റം, ഗൈഡഡ് മെക്കാനിസം, എയറോഡൈനാമിക് ഡിസൈൻ എന്നിവയുൾപ്പെടെ മിസൈലിന്റെ നിരവധി നിർണായക ഘടകങ്ങളെ ഈ പരീക്ഷണം സാധൂകരിച്ചു എന്നതാണ്. മാക് 3യിൽ കൂടുതൽ വേഗതയിൽ മിസൈൽ വിജയകരമായി പറന്നുയർന്നു. അതിന്റെ ആകാശ ലക്ഷ്യത്തെ കൃത്യമായി നിർവീര്യമാക്കുകയും ചെയ്തു. എല്ലാ ദൗത്യ ലക്ഷ്യങ്ങളും നിറവേറ്റിയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. 300 കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിൽ വേഗത്തിൽ ചലിക്കുന്ന ആകാശ ലക്ഷ്യങ്ങളെ നേരിടാൻ കഴിവുള്ള ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ വികസിപ്പിക്കാൻ അനുവദിക്കുന്നതിനാൽ തന്നെ SFDR സാങ്കേതിക വിദ്യ പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. ജ്വലനത്തിനായി അന്തരീക്ഷ ഓക്സിജൻ ഉപയോഗിക്കുന്ന ഈ നൂതന മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ ഒരു പൈനിയറായി ഈ കഴിവ് സ്ഥാനപ്പെടുത്തുന്നു എന്നതാണ്. അതുവഴി ഓൺബോർഡ് ഓക്സിഡൈസറുകളുടെ ആവശ്യകത കുറയ്ക്കുകയും ഭാരം കുറഞ്ഞ മിസൈൽ ഡിസൈനുകൾ ക്രമീകരിക്കാനാകും എന്നതുമാണ്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ വളരുന്ന സ്വാശ്രയത്വം മാത്രമല്ല, വ്യോമ പോരാട്ട സാഹചര്യങ്ങളിൽ അതിന്റെ തന്ത്രപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കാനും ഈ വിജയകരമായ പരീക്ഷണം സഹായിക്കുന്നു. നൂതന മിസൈൽ സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കാനുള്ള SFDR സംവിധാനത്തിന്റെ സന്നദ്ധത നിലവിലുള്ള ആസ്ട്ര സീരീസ് പോലെയുള്ള മിസൈലുകളുടെ നവീകരണത്തിലേക്ക് നയിച്ചേക്കാം. ഇതുവഴി അവയുടെ ദൂരവും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. SFDR പരീക്ഷണത്തിന് പുറമെ DRDO അടുത്തിടെ മറ്റ് മിസൈൽ സംവിധാനങ്ങളുടെ വിജയകരമായ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ നവംബർ 16 വിജയകരമായി പരീക്ഷിച്ചു. 1500 കിലോമീറ്ററിലധികം അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതുവഴി കഴിയും. K4 അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ നവംബർ 27 INS അരിഹന്തിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ചു. 3500 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി വരുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിവിധ മിസൈൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള DRDOയുടെ ഏകാഗ്രമായ ശ്രമത്തെ ഈ നേട്ടങ്ങൾ എടുത്തു കാണിക്കുന്നു. SFDR സാങ്കേതിക വിദ്യയുടെ വിജയകരമായ പ്രകടനത്തോടെ ഈ പ്രൊപ്പൽഷൻ സിസ്റ്റം പ്രവർത്തന പ്ലാറ്റ്ഫോമുകളിലേക്ക് സംയോജിപ്പിക്കുന്നതിൽ DRDO ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഈ മുന്നേറ്റം വളരെ നിർണായകമാണ്. കൂടാതെ പ്രത്യേക പ്രവർത്തന ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ദീർഘദൂര മിസൈൽ സംവിധാനങ്ങളുടെ കൂടുതൽ വികസനത്തിന് ഇത് കാരണമാകുകയും ചെയ്യും എന്നത് നിസ്സംശയം പറയാനാകും. ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകർക്കുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ.